ജീനാടി പൂങ്കോടിയേ കാറി നീ കരയണത് ഇപ്പവരും ഇപ്പവരും. നമുക്കറിയാം മലയാളികളുടെ മനസ്സിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് നല്ല നാടൻ പാട്ടുകളും സിനിമയിലൊക്കെ പാട്ടുപാടി ഒരു കാറ്റ് മോളണ് ഈ പാട്ടും ഇതുപോലെ നല്ല പാട്ടുകളൊക്കെ പാടി നമ്മുടെ എല്ലാവരുടെ ഹൃദയങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ഒരു കലാകാരനാണ് മണികണ്ഠൻ പെരുമ്പടപ്പ്. അദ്ദേഹം ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. മണികണ്ഠേട്ടാ, ഇന്ന് സിനിമാ മേഖലകളിൽ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നല്ല ഒരു പിടി നാടൻ പാട്ടുകൾ ഇഷ്ടംപോലെ പാടിയിട്ടുണ്ട്. ഇന്ന് മണികണ്ഠേട്ടൻ ഏത് മേഖലകളിലാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്? അറിയപ്പെടാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞല്ലോ, നമ്മൾ വന്ന ഒരു വഴി ഉണ്ടാവില്ലേ, വന്നൊരു വഴി, അതൊരു വഴിയാണ്. ആ വഴി ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ എവിടെ എത്തില്ല. അതെ, അത് ഏതൊരാളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നമ്മളെപ്പോഴും ഊന്നൽ കൊടുക്കേണ്ട ഒരു ചിന്തയും കൂടിയിട്ടാണ് നമ്മുടെ പിന്നിട്ട വഴികൾ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരു നാടൻ പാട്ട് കലാകാരൻ എന്നറിയാൻ ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾക്കതിൽ ഈ ബന്ധങ്ങളെ ഒരുപാട് നമ്മൾക്കതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് നാടൻ പാട്ട് മേഖലയിൽ. ഇപ്പോഴും അവരൊക്കെ തന്നെയാണ് നമ്മുടെ കൂടപ്പുറപ്പുകളായിട്ട് നമ്മളെ ഇന്നും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടുകാർ, പിന്നെ സാറിനെ പോലുള്ള ഒരുപാട് പ്രതിഭാശാലികളും നമ്മളൊക്കെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളാണ്. അപ്പോൾ ഈ നാടൻ പാട്ട് എന്ന് പറയുന്നതിൽ ഈ നാടൻ എന്ന് പറയുന്നത് വിഷമില്ലാത്തതെന്നാണ് അർത്ഥം, അല്ലേ? അതെ. നമ്മുടെ ഓരോ നാട്ടിലും നമ്മൾ ഇത് നാടനാണ്, അതിപ്പോൾ ഇന്ന് എന്ത് വാങ്ങാൻ പോകണമെങ്കിലും നമ്മൾ ചോദിക്കും. അപ്പോൾ നാടനാണെങ്കിൽ നമുക്ക് അതിനോടൊരു കമ്പുണ്ട്, കാരണം അതിൽ വിഷം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും മറ്റുള്ളത് വിഷം ഉണ്ടെന്നല്ല പറയുന്നത്. ഇന്ന് എല്ലാവർക്കും നാടൻ ചോറ് കഴിക്കാനാണ് നാടൻ ചോറ്. അതുപോലെ തന്നെ അതെ, ഭക്ഷണം പോലെ തന്നെയാണ്. അതുപോലെ തന്നെ നാടൻ ഭാഷ സംസാരിക്കുക, നാടൻ പാട്ട് പാടുക, നാടൻ കൂട്ടുകൂടുക. ഈ നാടൻ എന്ന് പറയുന്നതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് അറിയുന്ന ഭാഷ എന്താണോ അതിനെ നമ്മളിപ്പോൾ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ മലയാളം പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എല്ലാവരും ഒരേ ശൈലിയല്ല, അവരുടേതായ ഒരു ഭാഷ മറ്റേ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഷയിലായിരിക്കും. കുന്നംകുളത്തെ ഭാഷാവില്ല പാലക്കാട് ഭാഷാവില്ല തൃശ്ശൂർ, അല്ല തൃശ്ശൂരത്തെ ഭാഷാവില്ല ചിലപ്പോൾ തിരുവനന്തപുരത്ത്, അങ്ങനെയൊക്കെ ഒക്കെ മലയാളം തന്നെയാണ്. എന്നാലും നമ്മൾക്ക് പാലക്കാട് നിന്ന് വന്ന നേന്ത്രക്കൊല എന്ന് പറഞ്ഞാൽ അത് നാടനല്ല എന്ന് പറയാം. പക്ഷേ പാലക്കാട്ടുകാർക്ക് അത് നാടനാണ്. നമ്മളിവിടെ നിന്നൊക്കെ നട്ട് നനച്ചുണ്ടാക്കിയ ഒരു കൊള്ളി പൂളാന്നൊക്കെ പറയും ചിലയിടത്ത്, അതിനെ നമ്മുടെ നാട്ടിൽ നാടനാണ്. പക്ഷേ ഇവിടുന്ന് പാലക്കാട്ടിൽ പോയാൽ ഒരു നാടനല്ല എന്ന് പറയും. പക്ഷേ അതായത് നാടൻ പാട്ടും നാടൻ ഈണങ്ങളും നാടൻ ചൊല്ലുകളും ഒക്കെ ഓരോ നാട്ടിൻ്റെയും പാരമ്പര്യം ആണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് ഒരു നാടൻ പാട്ട് കലാകാരൻ എന്ന് പറയാൻ അറിയപ്പെടാൻ ഇഷ്ടം. പലർക്കും അറിയാത്തൊരു സത്യമുണ്ട്. സാറിൻ്റെ നാട്ടുകാരനും ചെറിയച്ഛൻ്റെ മകനുമായിട്ടുള്ള നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഒരു കലാകാരനുണ്ട്. കൈതോല എന്ന് പറഞ്ഞ പാട്ടൊക്കെ എഴുതിയ ജിതേഷ് കക്കടിപ്പുറ. പാലോ പാലോ നല്ല നടപ്പാലം അപ്പൻ്റെ കയ്യും പിടിച്ച് നടക്കണ നേരം. ഇദ്ദേഹം നിങ്ങളുടെ റിലേറ്റീവും ചെറിയച്ഛൻ്റെ മകനാണ്. എത്ര പേർക്കറിയാം ഈ സത്യം? അല്ല, ഇത് നമ്മുടേതായ കണക്ഷനോ നമ്മുടെ ബന്ധുബലങ്ങളോ എത്ര പേർക്ക് ആവശ്യമുണ്ടോ അറിയാൻ ആഗ്രഹമുണ്ടെന്ന് നമുക്കറിയില്ല. കാരണം നമ്മളൊരു സ്ഥലത്ത് ചെന്നൊരു പ്രത്യേകത ഉള്ളൊരു സ്ഥലത്ത് നമ്മളെ ക്ഷണിച്ചിട്ട് നമ്മൾ ചെന്നാൽ ചിലപ്പോൾ നമ്മൾ അവർ പറഞ്ഞാൽ കേൾക്കാൻ അത്ര വലിയ സെലിബ്രിറ്റി ഒന്നും ആവില്ല ആൾ. പറയാൻ മടിച്ചിട്ടല്ല, പക്ഷേ കേൾക്കാൻ ആൾക്കാർക്ക് ആഗ്രഹമുണ്ടോ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അത്ര വലിയൊരു സെലിബ്രിറ്റി ആണ് എങ്കിൽ പോലും നമ്മൾ അയ്യോ ഞാൻ ആളുടെ കൂട്ടുകാരനാണെന്ന് പറയാൻ എനിക്കൊരു ലജ്ജ അതുണ്ടായിട്ടല്ല. പക്ഷേ അത് ആൾക്ക് എത്രത്തോളം ഞാനുമായിട്ടുള്ള ബന്ധത്തിന്, ഞാൻ കക്കടിപ്പുറത്തിൻ്റെ കാര്യമല്ല പറഞ്ഞേ, അങ്ങനെ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അവർക്കിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഈ ജിതേഷ് കക്കടിപ്പുറം നമ്മുടെ ആരാന്നുള്ളത് ഇന്ന് ഒരു പക്ഷേ ജിതേഷ് കക്കടിപ്പുറം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാവർക്കും അറിയാൻ പറ്റും. ജിതേഷ് കക്കടിപ്പുറം ഒരുവിധമുള്ള ആളുകൾക്കൊക്കെ കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും പറയാം. നേരത്തെ സാറ് പാടില്ലേ, പാലോ പാലോ നല്ല നടപ്പാലം അപ്പൻ്റെ കയ്യും പിടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിൻ്റെ തൂണിൽ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്. ഒരുപാട് നാടൻ പാട്ട് കലാകാരന്മാർ ഈ പാട്ട് കേട്ട് എഴുന്നേറ്റ് നിന്ന് കരഞ്ഞിട്ടുണ്ട്. ആ ടെലികാസ്റ്റിൻ്റെ സമയത്ത് എന്നോട് ഒരുപാട് ആൾക്കാർ വിളിച്ചു പറയുന്നുണ്ട്. ആ ഒരൊറ്റ പാട്ട് കൊണ്ടാണ്. അതുപോലെ തന്നെ
കൈതോല പായ വിരിച്ച് പായലൊരു പറ നെല്ലു പൊലിച്ച് കാതുകുത്താനിപ്പ വരും നിന്റെ മാമന്മാര് പൊന്നോ, കാതുകുത്താനിപ്പ വരും നിന്റെ മാമന്മാര് പൊന്നോ. ഇതൊന്നും മലയാളികൾക്ക് മറക്കാൻ പറ്റില്ല. പക്ഷെ അത്ര നല്ല ഈണങ്ങളൊക്കെ മനസ്സിൽ കൊണ്ട് നടന്ന ഒരു കലാകാരനായിരുന്നു നമ്മുടെ ജിതേഷ് കക്കിടിപ്പുറം. അദ്ദേഹം ഞങ്ങൾ കുടുംബപരമായിട്ട് ഭേദ്യമായ ബന്ധമുണ്ട്. ഈ ജിതേഷ് കക്കിടിപ്പുറത്തിൻ്റെ ഒരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു, മണിയേട്ടൻ. അസാധ്യ സിംഗർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സിംഗറാണ്, ഒരു രക്ഷയില്ലാത്ത സിംഗറാണ് അദ്ദേഹം. വെറുതെ ഇരുന്നിട്ട് നേരം വിളിക്കുമ്പോൾ പണിക്ക് പോകണതിൻ്റെ മുന്നേ ഒരു ബെഞ്ചിൻ്റെ മുകളിൽ ഇരുന്നിട്ട് കട്ടൻ ചായ ഒരു കയ്യിൽ കാജാവടി ഉണ്ടാവും, വീഡിയോ വലിച്ച് ദൂരട്ട് കട്ടൻ ചായ കുടിച്ച് മൂപ്പരിങ്ങനെ ഇരുന്നിട്ട് ചൂളം ഇട്ടിട്ട് പാടുവാള്. സായന്തനം അബ്ദുള്ള പാട്ടുണ്ടല്ലോ സായന്തനം, എന്താ സാധ്യം എൻ്റെ പാടെന്ന് പറയുക. അപ്പം അങ്ങനെ ഉള്ള ഒരു കലാകുടുംബത്തിൽ ഉള്ള ഒരു വ്യക്തിയും കൂടിയിട്ടാണ് ജിതേഷ് കക്കിടിപ്പുറം എന്ന് പറയുന്നത്. എൻ്റെ സാറിനെ പോലെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് തന്നെയായിരുന്നു സാറിൻ്റെ കുടുംബക്കാരൻ ജിതേഷ് കക്കിടിപ്പുറം. ഒരു തവണ ഞാൻ എൻ്റെ നാട്ടിലെ ഫ്രണ്ട്സുകളുമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഗൾഫ് വന്നപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വിഷമമായിട്ടുള്ള കലാഭമണിയൊക്കെ പാടിയിട്ടില്ല, ഇക്കൊല്ലം നമുക്ക് ഓണല്ലടി കുഞ്ഞേച്ചേ. ഈ പാട്ട് ശരിക്ക് ഞാൻ എൻ്റെ അപ്പുറത്തുള്ള കുട്ടേട്ടന് പോലും നമുക്ക് അന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ഞാനാണ് എഴുതിയത്, ഇത് എൻ്റെ ലൈഫാണെന്ന് പോലും ആർക്കും അറിയാൻ പറ്റിയില്ല. അങ്ങനൊരു വിഷമം എന്നോട് പറയാം. അങ്ങനെ അദ്ദേഹം ഒരുപാട് അറിയപ്പെടാൻ വൈകി. സാറും ഇതുപോലെ മറ്റേ എന്തിനാടി പൂങ്കോടിയേ അല്ലെ ഓഡിഷന് പോയപ്പോഴാണല്ലോ ഈ പാട്ട്. അതെ അതെ. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് താങ്കളെ പോലെ. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു സിനിമ ഇറങ്ങിയല്ലോ, ചെക്കൻ എന്ന് പറഞ്ഞ സിനിമയിൽ അതിലൊരു പാട്ട് പാടിയിട്ടുണ്ടല്ലോ, ഒരു കാറ്റ് മൂള. ആ പാട്ട് ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേരും ഒന്ന് പാടാൻ കഴിയുമോ? ഒരു കാറ്റ് മൂളണം എന്നുള്ള പാട്ടിൻ്റെ പിന്നിൽ ഒരു കഥ ഉണ്ട്. അത് ഒരുപാട് പാട്ടിനേക്കാൾ കൂടുതൽ പാട്ടായുള്ളതാണ് ഒരു കാറ്റ് മൂളണം എന്നുള്ള പാട്ടിൻ്റെ പിന്നിലുള്ള കഥ. അപ്പോൾ എന്തിനാടി പൂങ്കുടി എന്നുള്ള പാട്ട് കോമഡി ഉത്സവത്തിലൂടെ പാടിയിട്ടാണ്. ഞാനും ജിതേഷൊക്കെ കോമഡി ഉത്സവത്തിലൂടെയാണ് കേരള ജനതയ്ക്ക് ഈ കലാ ആസ്വാദകർക്ക് മുന്നിൽ വന്നത്. എന്ന പോലെ തന്നെയാണ് എന്തിനടി പൂങ്കുടി എന്നുള്ള പാട്ടിലൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട തരത്തിൽ നമുക്ക് എത്രത്തോളം നമുക്ക് അവർ മനസ്സിൽ ആഴത്തിൽ കൊണ്ടുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലം എന്താണെന്ന് വെച്ചാൽ ചെക്കൻ എന്ന സിനിമയുടെ ഡയറക്ടർ വിളിക്കുകയാണ് എന്നോട്, ഒരു സിനിമയിൽ ഒരു പാട്ട് ചെയ്യണമെന്നാണ്. നമ്മൾ സിനിമ കാണാൻ മാത്രമേ ഉള്ളൂ, സിനിമയുടെ പാട്ട് എന്താണോ പിന്നണിയിൽ എന്താണോ എങ്ങനെയാണ് അതൊക്കെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്കൊരു പിടുത്തമില്ല. നമ്മൾ റേഡിയോയിൽ പാട്ട് കേൾക്കണ കാലത്ത് പാട്ടിങ്ങനെ വരുന്നുണ്ട്, അതിൻ്റെ പിന്നിൽ എത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഒരു പാട്ട് ചെയ്യണത്, എത്രത്തോളം നമ്മൾ അതിന് നടക്കേണ്ടി വരുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ അവിടെ ചെന്ന് അതിൻ്റെ കഥ എനിക്ക് പറഞ്ഞു തന്നു. പാട്ടിൻ്റെ ആ സിനിമയുടെ കഥ മുഴുവനും കൊപ്പത്തുള്ളൊരു ഹോട്ടലിൽ ഇരുന്നിട്ട് 3 കട്ടൻ ചായ പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാളൊരു ഹോട്ടൽ ഫാമിലി റൂമിൽ ഇരുന്നിട്ട് സംസാരിക്കുമ്പോൾ കട്ടൻ ചായ കൊടുത്തു. ആ കട്ടൻ ചായ കുടിച്ചില്ല, കഥ മുഴുവനും കേട്ട് 2.5 മണിക്കൂർ 3 മണിക്കൂറോടെ ഇരുന്നിട്ടുണ്ടാവും. ആ കഥ മുഴുവനും ശ്രദ്ധയോടെ ഇരുന്ന് കേട്ടതിന് ശേഷമാണ് നമ്മൾ ആ ചായ എടുത്ത് കുടിക്കണത്. ഈ കഥ കേട്ടിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ല എനിക്ക്. നമ്മളൊരു എഴുത്താണ്, അത് ആധികാരികമായിട്ട് ചെയ്യണ്ടേ. നമ്മളെ വീട്ടിലിരുന്നിട്ട് നമ്മൾ ഈ നാടുമ്പാട്ട് ചെയ്യണ മാതിരി അല്ലല്ലോ. ഒരു തീം ഉണ്ടാക്കണം. കാരണം അതിൻ്റെ ആ കഥ, ആ പാട്ട്, ആ കഥയിലുള്ള ആ കഥ ആ പാട്ടിലുണ്ടാവണം. ഞാൻ ശ്രമിക്കാം സാറേ എന്ന് പറഞ്ഞു. നമ്മൾ വീട്ടിൽ ചെന്ന് ഉറക്കില്ല, ഒരു 2 ആഴ്ചയുടെ ഉള്ളിൽ തന്നാൽ മതി, ലിറിക്സ് ട്യൂണോ. ഞാനതിങ്ങനെ നടക്കണം. സാധാരണ ഒരു വെല്ലുവിളിയല്ല അത്. ഒരു ചില പറയുന്നവർക്ക്, ഈ പദസമ്പത്തുള്ള ആൾക്കാർക്ക് ഒന്നും വിഷയം ഉണ്ടായിരിക്കില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ തീവ്രമായിട്ടുള്ളൊരു എന്താ പറയുക യാത്രയിലൂടെ, ജീവിതയാത്രയിലൂടെ വരുമ്പോൾ നമ്മുടെ അനുഭവം മാത്രം പോരല്ലോ, ആ ചെക്കൻ എന്ന സിനിമയിലുള്ള നായകൻ്റെ അനുഭവമാണ് നമ്മൾ എഴുതേണ്ടത്. ഒരു വിധേനൊക്കെ എഴുതി 2 ട്യൂൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ട്യൂണാണ് സാറിന് ഇഷ്ടമായത്. മറ്റേ ട്യൂൺ ഞാൻ മറന്നു. സത്യം പറഞ്ഞാൽ അന്ന് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയൊരു ഫോണ് അത്ര വലിയൊരു ആരോഗ്യനിലയിലല്ലായിരുന്നു ആ ഫോണ്. എന്നിട്ടാണ് സ്റ്റുഡിയോയിൽ പോയിട്ട് ആ പാട്ട് പാടിയത്, ഒരു കാറ്റ് മൂളണം. അത് ഇവിടുന്ന് താനൂർ എത്തണ വരെ അതിൻ്റെ പിന്നിലിരുന്നിട്ട് അതിൻ്റെ അനുപല്ലവി ട്യൂൺ ചെയ്യുമായിരുന്നു. അവിടെ എത്തിയിട്ടാണ് പിന്നെ ഈ പാട്ട് പാടിയത്. രണ്ടുപേരും ഈ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പാടല്ലേ? തീർച്ചയായും പാടണം. സാറിൻ്റെ എൻ്റെയും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഒരു കാറ്റ് മൂളണ, ഒരു പാട്ടിൻ നീണം കേൾക്കണ, എൻ കാതിൽ വന്നു കഥ ചൊല്ലണ, എൻ്റെ കാട്ടുചോല കിളിയേ,
കനവാകും കടൽ നീന്തി കര കാണാതൊരു നാളും മഴമുകിലായി ഞാൻ പാടാം എൻ്റെ ഓലഞ്ഞാലിക്കിളിയേ. ഈ പാട്ടിൻ്റെ പ്രത്യേകത നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ മാത്രമല്ല, ഞാനൊക്കെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള പരിപാടിക്ക് പോകേണ്ട ഒരാളാണ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻസ് ഒരുപാട് ഇൻസ്ട്രുമെൻസ് ഉണ്ട്. ഒരു 5-10 ഈ മരം എന്ന് പറഞ്ഞിട്ടൊരു വാദ്യ ഉപകരണമുണ്ട്. അതുപോലെ തന്നെ ചെണ്ട. ഇത് മുഴുവനും ഇരുന്നിട്ട് നിന്നിട്ട് വായിക്കുന്നതിൻ്റെ ഉള്ളിൽ പാട്ട് പാടിയിട്ട് കൊട്ടണം. അപ്പോൾ ഇത് വായിക്കുന്നതിൻ്റെ ഉള്ളിൽ നമ്മളൊരാൾ പാടുന്നത് ഈ 10-14 ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നതിൻ്റെ പുറത്തേക്ക് കേൾക്കണം. അതുകൊണ്ടാണ് ഈ നാടൻ പാട്ട് കലാകാരന്മാരുടെ വോയിസൊക്കെ ഇത്ര ഹൈ. പാലോം പാലോം നേരത്തെ പാടില്ലേ, അതുപോലെ തന്നെ അതുപോലെ എന്തിനാടി പൂങ്കൊടിയേ, അതൊക്കെ ഹൈയിൽ പാടുന്നത്. ആ ഒരു പാട്ട് നമ്മുടെ മലയാളികൾ കേരളക്കാരം ഒന്നടങ്ങ് ഏറ്റെടുത്ത നാടൻ പാട്ടാണ്. അതിൻ്റെ ഒരു 2 വരി. തീർച്ചയായിട്ടും വേണം. കാരണം കേരളത്തിലെ ജനങ്ങൾ ഇത്രയും നന്നായിട്ട് എൻ്റെ നാട്ടുകാരും സ്വന്തം വീട്ടുകാരും കുടുംബക്കാരൊക്കെ ആയിട്ടുള്ള നമ്മുടെ മലയാളികളുണ്ടല്ലോ, കേരളത്തിന് പുറത്തും പോയിട്ട് അധ്വാനിക്കുന്ന മലയാളികളുടെ ഒരൊറ്റ വിരൽത്തുമ്പിലൂടെയാണ് ഈ പാട്ടുകളൊക്കെ ജനകീയമായിട്ടുള്ളത്. അപ്പോൾ ഈ അവസരത്തിൽ അവരോട് ഒരു നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ താങ്ക് യു ഓൾ. അപ്പോൾ എന്തിനാടി പൂങ്കൊടി എന്നുള്ളത് നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ക്യാമറയെ അഭിമുഖീകരിക്കുന്നത് ഈ ഫ്ലവേഴ്സ് ഈ ഫ്ലോറിൽ പോയിട്ടാണ്. അവിടെ ഒരു 10-12 ക്യാമറ, അത്രയും ലെൻസ്, ലൈറ്റപ്പ്, പിന്നെ ജഡ്ജ്, ആംബിയൻസ് ഒക്കെ കണ്ടോട് കൂട്ടിയിട്ട് ഞാൻ തലേ ദിവസം പണിക്ക് പോയിട്ട് പിറ്റന്നാളാണ് പോണത്. നമുക്ക് ഒരു പ്രിപ്പറേഷൻ നടത്തിട്ടില്ല. അവിടെ ചെന്നിട്ട് നേരെ പാടല്ലേ, എൻ്റെ BP കൂടി, ആകെ തകിട് പൊടി, ഞാൻ ഇവിടെ കെട്ടിമറിഞ്ഞ് വീഴുമെന്നൊക്കെ തോന്നിക്ക് സത്യം. അപ്പോൾ ടേക്ക് എന്ന് പറഞ്ഞോണ്ട് കൂട്ടിയിട്ട് പിന്നെ ഒരു സാധനം കൊണ്ട് വരാണ്ടല്ലോ, ഒരു ആനക്കുട്ടി പകുതി ഓർച്ച ആൾ ഒളിച്ചെടുക്കും. മിഥുൻ രമേശ്, അദ്ദേഹത്തിൻ്റെ ചടിലമായിട്ട് കടകടകടകടന്നുള്ള ചോദ്യം. പിന്നെ എനിക്ക് വേറെ ആരും കാണാനില്ല, എല്ലാവർക്കും എന്നെ കാണാം. അപ്പോൾ അതിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഈ ക്യാമറ ഇത്ര ലൈറ്റൊക്കെ നമ്മൾ കാണുന്നത്. അതിൽ സത്യം പറഞ്ഞാലൊന്ന് പതറിയുണ്ട്. പതറുക എന്ന് പറഞ്ഞാൽ ഒരു എന്താ ഉണ്ടാവുകയെന്ന് അറിയില്ല. കാരണം ഇത് കേരളത്തിലുള്ള ഇന്ത്യയിൽ മലയാളികളായിട്ടുള്ള ഒരുപാട് ആളുകൾ കാണല്ലേ. അപ്പോൾ ആ പാട്ട് അവിടെ വളരെയധികം സമ്മർദ്ദത്തിലാണ് പാടിയത്. ആ സമ്മർദ്ദമൊക്കെ മാറ്റി തന്നതും നമ്മുടെ ഈ പ്രേക്ഷകരൊക്കെ തന്നെയാണ്. അപ്പോൾ രണ്ടും ഒരുപാടല്ലേ എന്തിനാടി? തീർച്ചയായിട്ടും. എന്തിനാടി പൂങ്കൊടിയേ കാറി നീ കരയണത്, ഇപ്പോൾ വരും പൊന്നും പൊടിയേ. മിമി കൂട്ടി മാമു തരാം, കൂടെ ഞാനൊരു തരാം, പൊന്നും കായേ മാമുജിന്നെ പൊന്നും പൊടിയേ. കയ്യുമ്മലും കാലുമ്മലും പൊന്നു തരാനില്ലെങ്കിലും പൊന്നും പോലെ നോക്കുല്ലടേ പൊന്നും പൊടിയേ. എന്തിനാടി പൂങ്കൊടിയേ മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർക്കവും കണ്ട് പൊന്നഴകേ വാ നിന്നുടെ കവിളിണയിൽ ചുംബനം നൽകിടുവാൻ തന്നലിനെ അനുവദിച്ചിടല്ലേ, എനിക്കത് സഹിച്ചിടുവാനേ ഒട്ടും കഴിയുകയില്ലേ. മലർക്കൊടിയെ
ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർക്കവും കണ്ട്. ഇതാണ് എൻ്റെ ഒരു കംഫർട്ടായിട്ടുള്ളൊരു തോന്നൽ. ആ സമയത്ത് നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ വേറൊരു പാട്ടുണ്ടായില്ലേ, ഇറങ്ങില്ലേ, മാണിക്യമലരായ മാണിക്യമലരായ പൂവേ മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാളിൽ വിലസിടും നാരി. അത് ഓൾറെഡി ജനങ്ങളൊക്കെ ഏറ്റെടുത്താണ്. ഇനിയിപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അന്ന് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ ഇത് ഇറങ്ങിയതിൻ്റെ പിറ്റേന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടി. നമ്മളിത് റിലീസ് ചെയ്തതിൻ്റെ പിറ്റേന്ന് മലർക്കുടെ റിസൾട്ട് കിട്ടി. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത്രയും വലിയ എന്താ പറയുക, നമ്മളൊക്കെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, കുടുംബ ബന്ധങ്ങളെ നമ്മൾ ശിഥിലമാക്കാണ്ട് നമ്മൾ കോടതിയാ, കേസാ, വക്കീലാ, സ്റ്റേഷനോ, ഇതൊക്കെ നമ്മുടെ നാടിന് നല്ല അതൊക്കെ നമുക്ക് കെയറിങ്, അവർ കെയറിങ് ആണ് നമുക്ക്. പക്ഷെ അവരെ കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ടിക്കാതെ, എനിക്കൊരുപാട് ബന്ധങ്ങൾ കേരളത്തിൽ ഉണ്ട്, സഹോദരന്മാരായിട്ട്, ഒരുപാട് സഹോദരിമാരായിട്ട്. അതിൽ ഒരു കൂട്ടുകാരെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഹൃദയത്തിലേക്ക് ഏറ്റ ഒരു സഹോദരനും കൂടിയിട്ടാണ്. തന്നെയല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുപ്രീം കോർട്ട് വക്കീലും കൂടിയിട്ടാണ്, അഡ്വക്കേറ്റ്. ഞാൻ നിങ്ങളെക്കാളും ഒരു ചെറിയ മനുഷ്യൻ, സാധാരണ മനുഷ്യനാണ് ഞാൻ, അത്ര വലിയ ആളൊന്നുമല്ല. ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചോളാം സാർ. ഞാൻ എന്താണ്. അപ്പോൾ എന്തായാലും നമസ്കാരം എല്ലാവർക്കും കേട്ടോ. നമ്മുടെ ഈ കാണുന്ന ഇത് ഇറങ്ങിയിട്ട് കാണുന്ന എല്ലാവർക്കും ഒരു കോടി നമസ്കാരം, ഒരു കോടി നന്മകൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സാറിനോടൊപ്പം ഇന്നും എന്നും ഉണ്ടാവാൻ ആഗ്രഹമുണ്ട്. അത് ആ ആഗ്രഹം ദൈവം ഇത് നിലനിർത്തി തരട്ടെ.